10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനേക്കാൾ 1 ഇഞ്ച് മേളിലല്ലാതെ പെർഫോം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ആളുകൾ ചോദിക്കും എന്നാണ്. അതാണ് സംഭവിക്കുന്നത്. അതാണ് 1 ഇഞ്ചല്ല, പല മടങ്ങ് താഴെയായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ആളുകൾ ഈ കമ്പാരിസൺ കൊണ്ടുവരുന്നത്. ഈ മനുഷ്യരെല്ലാത്തിനെയും കമ്പയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചില മാർക്കുകൾ വെച്ചിട്ടാണെന്നേ, ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ്. ഇനി കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിനകത്ത്, കേരളത്തിന് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ഇതപര്യന്തമുള്ള ചരിത്രത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇടതുപക്ഷം സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കുകൾ വെച്ചിട്ട് തന്നെയാണ് ഇടതുപക്ഷം തോക്കുമ്പോഴും നിങ്ങൾ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ പോലും ഇടതുപക്ഷത്തിൻ്റെ ബെഞ്ച് മാർക്കാണെന്ന് ഉപയോഗിച്ചത്. അതല്ലേ? അതുകൊണ്ടാണ് സതീശൻ നിങ്ങൾ ഇടതുപക്ഷമല്ല, യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണെന്ന് പറഞ്ഞത്. കാരണം എന്താ? വലതുപക്ഷത്തിൻ്റെ ബെഞ്ച് മാർക്ക് വെച്ച് ഭൂമി മുന്നോട്ടുള്ള വഴിയിളക്കാൻ ഒരു ആവതും സതീശന് പോലും ഉണ്ടായിരുന്നില്ല. മീഡിയ വണ്ണിനുണ്ടായിരുന്നു. മീഡിയ വൺ ഏത് ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് കേരളത്തിലെ പിണറായി വിജയൻ്റെ 2ാമത്തെ സർക്കാരിന് മോശമാണെന്ന് പറഞ്ഞത്? ഇടതുപക്ഷത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് പറഞ്ഞത്? കേരളത്തിലെ ഇതപര്യന്തമുള്ള ചരിത്രത്തിനകത്ത് ഇടതുപക്ഷം പലപ്പോഴായി സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കുകൾ വെച്ച് നിങ്ങൾ അളക്കുമ്പോൾ നിങ്ങൾ മോശമാണെന്നാണ് പറഞ്ഞത്. അത് ശരിയോ വേറെ എന്നുള്ള തെറ്റെന്ന് വേറെയാണ്. ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ആ ബെഞ്ച് മാർക്ക് മറികടക്കാവുന്ന ബെഞ്ച് മാർക്കുകൾ ഉണ്ടാക്കിയിട്ടില്ല കോൺഗ്രസ്. ഭൂപരിഷ്കരണം എന്താണ് ഇടതുപക്ഷം ഉണ്ടാക്കിയ ബെഞ്ച് മാർക്ക്? എന്താണ് കോൺഗ്രസ് അതിനോട് സംഭാവന? വികേന്ദ്രീകരണം എന്താണ് സംഭാവന? സ്ത്രീ ശാക്തീകരണം ഏതാണ് ബെഞ്ച് മാർക്ക്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏതാണ് ബെഞ്ച് മാർക്ക്? ഒരു ബെഞ്ച് മാർക്കും ഇല്ലെന്ന് കേരളം നടത്തിയിട്ടുള്ള കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറയാവുന്ന, കേരളത്തിൻ്റെ ആർജിതമായ സ്വത്ത് എന്ന് പറയാവുന്ന, സ്വഭാവ സവിശേഷതകൾ എന്ന് പറയാവുന്ന മനുഷ്യാനുകൂല നന്മകളുടെ എല്ലാം ബെഞ്ച് മാർക്ക് ഇടതുപക്ഷം ഉണ്ടാക്കിയതാണ്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലും അതെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇടതുപക്ഷം ഉണ്ടാക്കിയ ബെഞ്ച് മാർക്ക് വെച്ചാണ് സതീശൻ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ നേരിട്ടത്. അദ്ദേഹം പറഞ്ഞു, ഇവർ പണ്ടത്തെ അത്ര നല്ല ഇടതുപക്ഷമല്ല, ഞങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഇടതുപക്ഷം ഉണ്ടാക്കിയ ബെഞ്ച് മാർക്ക് വെച്ച് അളക്കില്ലേ? അളക്കരുത് എന്ന് പ്രമോദരാമൻ പറഞ്ഞ, പ്രമോദരാമൻ ജേർണലിസം അല്ല ചെയ്യുന്നത്, വേറെന്തോ ഒരു പ്രൊപ്പഗൻഡ പരിപാടിയാണ്. അത് അദ്ദേഹം നടത്തിക്കോട്ടെ. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞിട്ട് DYFIയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വന്നിരുന്ന് എന്താ പറയുക പ്രസംഗിക്കണത് കാണുന്നതിലുള്ള സങ്കടം മാത്രമേ ഉള്ളൂ.